പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പന്ന യോഗത്താൽ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ജനിച്ച നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വരും ജീവിതത്തിൽ മുന്നോട്ടു പോക്കിൽ തടസ്സങ്ങളൊക്കെ മാറി പോകാൻ സഹായിക്കുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനകളുടെ ഫലം കൊണ്ട് ഇവർക്ക് ലഭിക്കും. സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങളിൽ കർണരോഗം, ഉദരരോഗം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മനസ്വസ്ഥത കുറയുകയും ചെയ്യും. പുത്തൻ മാർഗങ്ങളിലൂടെ ധനലാഭങ്ങൾ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ പിന്നീട് മനസ്വസ്ഥത മാറി സുഖ അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകും. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ചില പ്രവൃത്തികളിൽ ബുദ്ധിമുട്ട് കൂടുതലായി വരും. അതുപോലെ തന്നെ ചില ദുഃഖ അനുഭവങ്ങളും അടുത്തിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജലത്തിലൂടെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുകയും കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ സ്ഥലത്ത് അനാവശ്യ ചിലവുകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷനിവൃത്തിക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ചിലവുകളൊക്കെ കുറഞ്ഞു തുടങ്ങും. മനസ്സിനും വീട്ടിലും സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. മറ്റുള്ളവരെ കൊണ്ട് അപവാദം പറയിക്കാതെ ശ്രദ്ധിക്കണം. കലഹവാസന കുറഞ്ഞു തുടങ്ങും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുക. ചില സ്ഥാനമാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറിവരും. വിവാഹ ആലോചനകൾ ഉണ്ടാകുമെങ്കിലും ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകാതെയും വരും. പിന്നീട് ഈ ദോഷങ്ങളൊക്കെ മാറി ഗുണ അനുഭവങ്ങൾ വീണ്ടും ഇരട്ടിച്ചു വരും. പുതിയ ഗൃഹനിർമ്മാണം നടത്താൻ നല്ല സമയമാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടും. അവിടെ കലഹങ്ങൾക്കും അഗ്നിബാധയ്ക്കും ചില സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലെ ചില റെക്കോർഡുകൾ നശിച്ചു പോകാനും ഇടയുണ്ട്. ഇവർ ദോഷനിവൃത്തിക്ക് വേണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കാണും. ഉപാസനകൾക്ക് ഭംഗം വരും. അല്പമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. തൊഴിൽ മേഖലകളിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപമാന സാധ്യതകളിൽ നിന്ന് കരകയറും. മരണതുല്യമായ ചില അസ്വസ്ഥതകളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. നേതൃഗുണം ഉണ്ടാകും. അക്ഷമ കുറഞ്ഞു തുടങ്ങും. പിതാവുമായോ പിതൃതുല്യവരുമായോ കലഹിക്കാൻ ഇടയുണ്ട്. എല്ലാത്തിനെയും എതിർത്ത് പറയാനുള്ള വാസന കൂടുതലാകും. ശൂരത വർദ്ധിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ദുർജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടേണ്ടതായിട്ട് വരും. ദോഷനിവൃത്തിക്ക് ശാസ്താവിന് എള്ളുപായസം, ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി ഇവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സാമ്പത്തിക പുരോഗതി കൊണ്ട് രക്ഷപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും ഭാഗ്യങ്ങളും മാറി മാറി വരും എന്നുകൂടി നോക്കാം.
സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല. തൊഴിൽ രംഗം മെച്ചപ്പെടും. കമിതാക്കൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കുന്നത് ഒഴിവാക്കണം. സുഖകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലാകും. നേത്രരോഗം, വ്രണങ്ങൾ ഇവ ശ്രദ്ധിക്കണം. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്നും മുക്തി ഉണ്ടാകും. ഭാവി കാര്യങ്ങൾ വളരെ സാവധാനത്തിലെ തീരുമാനിക്കാൻ ശ്രമിക്കാവൂ. ദൂരയാത്രകൾ വേണ്ടിവരും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. മനോദുഃഖം കുറഞ്ഞു തുടങ്ങും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയോട് പ്രവർത്തിക്കുക. ചെയ്യുന്ന തൊഴിലിൽ വൈകല്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങളും നീങ്ങിവരും. ഇവരുടെ ഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കമിതാക്കളുടെ വിവാഹ കാര്യം സഫലമാകും. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക പുഷ്ടി ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. രോഗശാന്തിയും പ്രതീക്ഷിക്കാം. വാതരോഗം കുറഞ്ഞു തുടങ്ങും. കലഹവാസനയും കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത മാറിക്കിട്ടും. അഭദ്യമായ ആഹാരങ്ങൾ, പുളിരസം എന്നിവ ഒഴിവാക്കണം. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഇഴജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചിതനാകും. ദോഷനിവൃത്തിക്ക് ശിവങ്കൽ ത്രയംബക മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരയാത്രകളൊക്കെ വേണ്ടിവരും. ചിലവുകളൊക്കെ കുറഞ്ഞു തുടങ്ങും. പൂർവിക ധനത്തിന് നാശം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തെറ്റായ ചില കാര്യങ്ങൾ മറച്ചുവെക്കാതെ മുന്നോട്ടു പോകുക. നേത്രരോഗം, ഉദരവ്യാധി, അർശോരോഗം ഇവ ശ്രദ്ധിക്കണം. വിഷത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കരകയറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചിതനാകും. മനസ്സിൻ്റെ അസ്വസ്ഥതകളും കുറഞ്ഞു തുടങ്ങും. കലഹഭയത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കും. ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പുതിയ വീടിനെക്കുറിച്ചുള്ള ആലോചനകൾക്ക് തുടക്കം കുറിക്കാൻ നല്ലതാണ്. വലിയ ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട്. ബന്ധനാവസ്ഥയ്ക്ക് ചില ആയുർവേദ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും. സ്ത്രീകൾ മൂലം കുടുംബത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗം മോശമല്ലാതെ മുന്നോട്ടു പോകും. കലാകാരന്മാർക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിലും മനസ്സിനും സ്വസ്ഥമായ അന്തരീക്ഷം ലഭിക്കും. ചില കാര്യസാധ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തർക്ക വിഷയങ്ങളിൽ വിജയസാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹമോചന കേസുകളിൽ പരാജയത്തിന് സാധ്യത കാണുന്നു. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. കച്ചവടത്തിൽ അപ്രതീക്ഷിത ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾക്ക് ശമനം കണ്ടു തുടങ്ങും. ശത്രുഭയവും തൊഴിൽ ഭീതിയും മാറിക്കിട്ടും. മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിഷമങ്ങൾ മാറിക്കിട്ടും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും. വിവാഹ ആലോചനകൾ അലസിപ്പിരിയാൻ സാധ്യതയുണ്ട്. മുൻകോപം നിയന്ത്രിക്കണം. ബന്ധുജനങ്ങൾ ശത്രുക്കളായിട്ട് മാറും. പൊതുവെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രദ്ധിക്കണം. ഇവർക്ക് ദോഷനിവൃത്തിക്ക് വേണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി സമ്പന്നരായ ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വഴിയാത്രകളിൽ ചില നേരിയ നേട്ടങ്ങൾ ഇവരിലൂടെ കടന്നു പോകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ശരീരവേദനയ്ക്കൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. ബന്ധുക്കളോടുള്ള കലഹങ്ങൾ മാറിവരും. സംസാരത്തിൽ വാക്കുദോഷം വരാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുപ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണം. അലച്ചിലും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ഏകാഗ്രത വർദ്ധിക്കും. കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠയ്ക്ക് സാധ്യതയുണ്ട്.
ഭാര്യാഭർത്തൃ വിരഹമോ രോഗാരിഷ്ടിതകളോ ഉണ്ടാകും. അർശോരോഗമുള്ളവർ ഗുരുത്വമുള്ള ഭക്ഷണം ഉപേക്ഷിക്കണം. പലവിധ അനർത്ഥങ്ങളും മാറിക്കിട്ടും. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. ഇവർ ദോഷനിവൃത്തിക്ക് ഭഗവതിക്ക് വനദുർഗാ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.